നമ്മുടെ മൊത്തം ജീവിതം മറ്റുള്ളവരെ ശരിപ്പെടുത്താൻ വേണ്ടി മാറ്റിവെച്ചേക്കാണ്. വിവാഹം കഴിഞ്ഞാൽ ആദ്യം തന്നെ ഭാര്യയും ഭർത്താവും രഹസ്യമായി ഒരു തീരുമാനമെടുക്കും. അതെന്താണെന്ന് വെച്ചാൽ, ഭാര്യയെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാം എന്ന് ഭർത്താവും, ഭർത്താവിനെ ഒന്ന് ട്രിം ചെയ്തെടുക്കാം എന്ന് ഭാര്യയും തീരുമാനിക്കും. ആദ്യത്തെ 15 വർഷം ഇവർ രണ്ടുപേരും മോൾഡ് ചെയ്യാനും ട്രിം ചെയ്യാനും വേണ്ടി പരിശ്രമിച്ച് കഴിയുമ്പോഴാണ് പൊതുശത്രു എന്ന നിലക്ക് കുട്ടികൾ രംഗത്ത് വരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി യോജിക്കുകയും പിന്നീട് മക്കളെ ശരിപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. പക്ഷെ ഇതിലൊക്കെ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം, സ്വയം ശരിപ്പെടുത്തുക എന്നൊരു കാര്യമുണ്ട് എന്നത് ഓർക്കാതിരിക്കുന്നവരാണ് മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും. ഈ മക്കളെ ശരിപ്പെടുത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളാണ് നിങ്ങളുടെ അടുത്ത് കുട്ടികളെ വിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. കാരണം അവർക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുമായിട്ടാണ് അവർ ഈ കുട്ടികളെ വിട്ടിരിക്കുന്നത്. ആ ലക്ഷ്യങ്ങളിലേക്ക് ഈ കുട്ടികൾ എത്തുന്നുണ്ടോ, അവരെ എത്തിക്കുന്നുണ്ടോ എന്നതാണ് രക്ഷിതാക്കൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. പിന്നെ മലയാളികളുടെ ഒരു പൊതുശീലം അനുസരിച്ച് എല്ലാ രക്ഷിതാക്കളും വിശ്വസിക്കുന്നത് അവർക്ക് പഠിപ്പിക്കാൻ കഴിയുമെന്നാണ്. ഈ പഠിപ്പിക്കുക എന്നുള്ളത് അതൊരു പ്രൊഫഷനാണെന്നും അതിനൊരു പ്രൊഫഷണൽ സ്കിൽ ആവശ്യമുണ്ടെന്നും അതെല്ലാവർക്കും കഴിയില്ല എന്നും ഒരു വിശ്വാസവുമില്ലാത്തവരാണ് നമ്മുടെ രക്ഷിതാക്കൾ. അപ്പോൾ അവർ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്തി മക്കളെ പഠിപ്പിക്കും. കുട്ടികൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ വെറുതെ ഇരിക്കാതെ പോയി പഠിക്കട എന്ന് പറയും. കുട്ടികൾക്ക് വെറുതെ ഇരിക്കാൻ പോലും അവകാശമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇങ്ങനെ അച്ഛനും പഠിപ്പിക്കാൻ അറിയാത്തവൻ ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ദുര്യോഗം നിങ്ങൾക്ക് ഓർക്കാവുന്നതാണ്. ക്ഷൗരം ചെയ്യാൻ അറിയാത്തവൻ ക്ഷൗരം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ക്ഷൗരമേ വേണ്ട എന്ന ആളുകൾ തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. കാരണം ഇതൊക്കെ പോകും. ഈ കുട്ടിയുടെ അവസ്ഥ അത് തന്നെയാണ്. ഒരു പരിചയമില്ലാത്ത അച്ഛനും അമ്മയും ഇത് പഠിപ്പിച്ച് ഇനി പഠിക്കേ വേണ്ട എന്ന് തീരുമാനത്തിന് ശേഷമാണ് നിങ്ങളുടെ മുന്നിൽ കുട്ടികൾ എത്തുന്നത്. ഇതൊക്കെ നമ്മുടെ റിസ്ക് വളരെ വലുതാക്കി. റിസ്ക് ഉണ്ട് ടീച്ചിങ്ങിൽ ഇന്ന് വിശേഷിച്ചു. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ 3 പാരഡൈം മാറിയിട്ടുണ്ട്. പാരഡൈം ഷിഫ്റ്റ് എന്ന് സായിപ്പ് പറയുന്നത് 3 എണ്ണത്തിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, വിദ്യാഭ്യാസത്തിൻ്റെ നിർവചനത്തെക്കുറിച്ചുള്ള പാരഡൈം അത് മാറി. ഒരു പാരഡൈം മാറുമ്പോൾ നിർവചനം മാറും, നിർവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം മാറും, അതിൽ ബന്ധപ്പെടുന്നവരുടെ ബന്ധത്തിൻ്റെ സ്വഭാവം മാറും. ഇതൊക്കെ സംഭവിക്കും. ഉദാഹരണത്തിന് ഫിസിക്സിൽ ന്യൂട്ടൺ ഒരു പാരഡൈം സെറ്റ് ചെയ്ത് അതിന് അബ്സല്യൂട്ടിസ്റ്റ് പാരഡൈം എന്നാണ് ഫിസിക്സിൽ വിശേഷിപ്പിക്കുന്നത്. കാരണം ന്യൂട്ടൻ്റെ ഒരു പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. എല്ലാം ഉണ്ട് അതിനകത്ത്. വളരെ കൊച്ചു ടൈനി പാർട്ടിക്കിൾസ്, ഇൻഡിവിസിബിൾ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. വിഭജിക്കാൻ കഴിയാത്ത അവിഭാജ്യമായ ഒരു ഘടകത്തെ സങ്കല്പിച്ചു. ആ ഘടകത്തെ അദ്ദേഹം അണു എന്ന് വിശേഷിപ്പിച്ചു, ആറ്റം. ഈ അണുക്കളെല്ലാം ചേർന്നാണ് പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ പദാർത്ഥജാലങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് എന്നും അദ്ദേഹം വിശ്വസിച്ചു. ഈ പദാർത്ഥജാലങ്ങളെ അണുക്കളെയും എല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു നിയമവ്യവസ്ഥയെ അദ്ദേഹം വിഭാവനം ചെയ്തു. അതിനെയാണ് അദ്ദേഹം ചലന വ്യവസ്ഥ, ചലന നിയമങ്ങൾ എന്ന് പറഞ്ഞത്. അത് ആകർഷണ വികർഷണത്തിൻ്റെ നിയമങ്ങളാണ്. ഈ ആകർഷണ വികർഷണ നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന അണു മുതൽ താരയൂഥം വരെയുള്ള സമസ്ത പദാർത്ഥജാലങ്ങളെയും ഈ ചലന വ്യവസ്ഥ നിയന്ത്രിക്കുന്നു. ആ ചലന വ്യവസ്ഥയ്ക്കാണ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് അദ്ദേഹം പൊതുവിൽ പേര് കൊടുത്തു. ഗുരുത്വാകർഷണം ആകർഷണ വികർഷണമാണ്. അതങ്ങനെ നിലനിൽക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിനകത്തൊരു സ്പേസ് ഉണ്ട്, ടൈമുണ്ട്, പാർട്ടിക്കിൾസ് ഉണ്ട്,
ഫോഴ്സ് ഉണ്ട്, ഇൻ്റർവെല്ലുണ്ട്, മോഷനുണ്ട്, ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ന്യൂട്ടൻ്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്റ്റി ക്യാവിറ്റിയാണ്, വലിയൊരു ഗർഭപാത്രം, എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഗർഭപാത്രം. അതിലെ പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊണ്ടിരിക്കുന്നു. അതിലൂടെ ഒരൊറ്റ ദിശയിലേക്ക് കാലം അനന്തമായി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല, മുന്നോട്ട്. അങ്ങനെയാണ് മുന്നോട്ട് എന്ന മുദ്രാവാക്യം വന്നത്. ന്യൂട്ടൻ്റെ ഫിസിക്സിൽ നിന്ന് രൂപപ്പെട്ടു വന്നാണ്, അധികം പേര് ഓർക്കാറില്ല. അത് മുന്നോട്ടേ പോകാൻ പറ്റും. അപ്പോൾ അവിടെ കാലത്തിന് ഏകമാനവും സ്ഥലത്തിന് ത്രിമാനവും ഒക്കെ സങ്കല്പിച്ചു. വളരെ പെർഫെക്റ്റായ ഒരു പ്രപഞ്ചം സങ്കല്പിച്ച് കഴിഞ്ഞപ്പോൾ വേറെ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിന് വേണ്ടി വന്നു. ആ പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ ഈ എംപ്റ്റി ക്യാവിറ്റി, ഈ ഗർഭപാത്രം നിറയാൻ എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് വേണ്ട, എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈതർ എന്ന് പറഞ്ഞു. എല്ലാവരും ഡിക്റ്റേഷൻ എഴുതുന്ന കുട്ടിയെ പോലെ ഈതർ എന്ന് എഴുതി വെച്ചു. ഈതറുണ്ട്. എന്താ കാരണം? ന്യൂട്ടൺ പറഞ്ഞു. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, God said let there be universe. Again and there was universe. Again God said let there be Newton to reveal the secrecy of universe and it is revealed എന്നാണ്. ദൈവം പറഞ്ഞു പ്രപഞ്ചം ഉണ്ടാകട്ടെ, പ്രപഞ്ചമുണ്ട്. അത് കഴിഞ്ഞ് ദൈവം പറഞ്ഞ് ന്യൂട്ടൺ വന്ന് ആ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ മുഴുവൻ വെളിവാക്കട്ടെ. അങ്ങനെ അതും വെളിവാക്കപ്പെട്ട് എന്ന് പറഞ്ഞ് വിശ്വസിച്ച് കഴിയുന്നവരാണ് ലോകം. ഇതിൽ നമ്മൾ ടൈം ഉപയോഗിക്കുന്നു, സ്പേസ് ഉപയോഗിക്കുന്നു, മാറ്റർ എന്ന് ഉപയോഗിക്കുന്നു, ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഐൻസ്റ്റീൻ വന്നു കഴിഞ്ഞപ്പോൾ ഇതേ വാക്കുകൾക്ക് അർത്ഥം മാറിപ്പോയി. ഐൻസ്റ്റീനിൽ നമ്മൾ ടൈം ഉപയോഗിക്കുന്നുണ്ട്, സ്പേസ് ഉപയോഗിക്കുന്നുണ്ട്, ഇൻ്റർവെൽ ഉപയോഗിക്കുന്നുണ്ട്, മാറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ന്യൂട്ടണിൽ ടൈമും സ്പേസും മാറ്ററും എല്ലാം വ്യതിരിക്ത പദാർത്ഥങ്ങളായിരുന്നെങ്കിൽ ഐൻസ്റ്റൈൻ 4 ഡയമെൻഷണൽ ടൈം സ്പേസ് കോണ്ടിന്യൂം എന്നാണ് പറഞ്ഞത്. സ്ഥലവും കാലവും ദ്രവ്യവും എല്ലാം ഉരുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു ഏകകത്തെ, അവിടെ കാലത്തിന് സ്ഥലത്തിൻ്റെയും സ്ഥലത്തിന് കാലത്തിൻ്റെയും സ്വഭാവം കൈവരിക്കുന്നു. ഈ കാലവും സ്ഥലത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് ദ്രവ്യത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരേ വാക്കുകൾ ടൈം, സ്പേസ്, മാറ്റർ എന്നൊക്കെ ന്യൂട്ടണിൽ ഉപയോഗിക്കുമ്പോഴും ഐൻസ്റ്റൈനിൽ ഉപയോഗിക്കുമ്പോഴും രണ്ടർത്ഥങ്ങൾ കൈവരുന്നു. ഇങ്ങനെ വരുന്നതിനെയാണ് പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ഒരു പാരഡൈം ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. ആ പാരഡൈം ഷിഫ്റ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ആദ്യം വിശദമാക്കാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസ പ്രവർത്തനം തുടങ്ങി വന്നത് യാദൃച്ഛികമായിട്ടില്ല. ഇന്ന് കാണുന്ന രീതിയിലല്ല. ഇന്ന് കാണുന്ന രീതിയിലുള്ളൊരു പൊതുവിദ്യാഭ്യാസ സങ്കല്പം ഉണ്ടായിരുന്നില്ല. അത് ആർക്കും അറിയാത്ത പലരും അറിയാത്ത കാര്യമാണ്. അങ്ങനെ നമ്മളെല്ലാം ധരിച്ചിരിക്കുന്നത് പണ്ട് മുതലേ ആളുകളെല്ലാം രാവിലെ കുളിച്ച് കുറിയിട്ട് ഇതുപോലെ തന്നെ സ്കൂളിൽ പോയി വൈകുന്നേരം വരെ ഇരുന്ന് പഠിച്ച് പിന്നെ വീട്ടിൽ പോയിരുന്നാണ്. അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ വിദ്യാലയം എന്നൊരു സങ്കല്പത്തിന് തുടക്കം കുറിക്കുന്നത്, എന്ത് വിദ്യാലയം? ഇന്ന് കാണുന്ന ഒരു സെക്കുലർ എഡ്യൂക്കേഷൻ, എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരേ വിഷയം പഠിക്കുന്ന ഒരു സംവിധാനം. ആ സംവിധാനത്തിന് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത് 1864 അന്നാണ് ഒരു കത്തോലിക്ക പുരോഹിതൻ ഒരു തിട്ടൂരം പുറപ്പെടുവിപ്പിച്ചത്. എല്ലാ പള്ളികളോടൊപ്പം പള്ളിക്കൂടങ്ങളുണ്ടാകണം. ആ പള്ളിക്കൂടങ്ങളിൽ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം കൊടുക്കണം. അന്ന് തുടങ്ങിയ പള്ളിക്കൂട പ്രവർത്തനത്തിൻ്റെ ഇന്നത്തെ രൂപമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ക്ലാസ്സിലുള്ള കുട്ടികളെ പേരുകൊണ്ട് പോലും തിരിച്ചറിയാൻ പറ്റില്ല. നിറം കൊണ്ട് പറ്റില്ല, പേരുകൊണ്ട് പറ്റില്ല, പെരുമാറ്റം കൊണ്ട് പറ്റില്ല. മുമ്പ് അങ്ങനെയല്ല. ഈ ചാവറ ഇത് തുടങ്ങിയ ആളുടെ പേരറിയാമല്ലോ അല്ലേ? ഞാൻ പറയേണ്ട കാര്യമില്ല. CMI സഭാ സ്ഥാപകനായ
ചാവറ അച്ഛനായിരുന്നു ആ കത്തോലിക്ക പുരോഹിതൻ. അതിനുശേഷമാണ് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസം രൂപപ്പെട്ടു വന്നത്. ആ പൊതുവിദ്യാഭ്യാസം രൂപപ്പെട്ടു വന്നപ്പോൾ വിദ്യാഭ്യാസത്തിനൊരു നിർവചനം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ നിർവചനം? It's a cultural activity. Education is a cultural activity guided by moral forces. Education is a cultural activity guided by moral forces. ധാർമ്മിക നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സാംസ്കാരിക യത്നമാണ് വിദ്യാഭ്യാസം. അതിൻ്റെ ലക്ഷ്യം നല്ല പൗരന്മാരെയും മനുഷ്യരെയും സൃഷ്ടിക്കലായിരുന്നു. അതുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസം ജോലിയുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യമായിരുന്നു. കേരളത്തിൽ സർവകലാശാല വിദ്യാഭ്യാസം ആരംഭിച്ചപ്പോൾ പഠിപ്പിച്ച 3 വിഷയം ലോജിക്ക്, മ്യൂസിക്, മാത്തമാറ്റിക്സ്. ഒരു പ്രയോജനമില്ലാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ലോജിക്, മ്യൂസിക്, മാത്തമാറ്റിക്സ്. വിദ്യാഭ്യാസം തൊഴിൽ അധിഷ്ഠിതമേ അല്ലായിരുന്നു. വിദ്യാഭ്യാസം പക്ഷെ വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസം ലഭിച്ചവനും അത് ലഭിക്കാത്തവനും തമ്മിൽ സംസാരിക്കുന്ന ഭാഷ വ്യത്യാസപ്പെട്ടിരിക്കണം. അയാൾക്ക് ചില വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. എന്താണ് വായ്മൊഴി വഴക്കങ്ങൾ അയാൾക്കില്ല. അപ്പം ചോദിക്കും, നീ ഇത്രയും പഠിച്ചതല്ലേടാ, ഇങ്ങനെയാണ് ഭാഷ ഉപയോഗിക്കുന്നത്, എന്തൊരു മോശമാണത്. നീ ഇത്രയും വിദ്യാഭ്യാസം കിട്ടിയോ, അങ്ങനെയാണ് ആളുകളോട് പെരുമാറുന്നത്. അയാൾക്കൊരു വീടില്ലാത്ത ഒരാൾ അയാളുടെ ഇങ്ങനെയാണ് പെരുമാറുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ കേട്ടിരുന്നത്, ഇപ്പം കേൾക്കാറില്ല. ഇപ്പോഴ് അതിന് പകരം നമ്മൾ കേൾക്കുന്ന വാക്കുകൾ മറ്റു പലതുമാണ്. ഈ നാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ല് എന്ന് കൂടി അർത്ഥം ഉണ്ടതിനും ഉണ്ടെങ്കിലും ദുർഗന്ധം എന്നാണ് മലയാളത്തിൽ അതിൻ്റെ അർത്ഥം. നമ്മളിപ്പോൾ ഈ നാറ്റത്തിലാണ് എല്ലാ വാക്കുകളുടെയും അർത്ഥവ്യാപ്തി തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംസ്കാരം ഉള്ളവൻ ഉപയോഗിക്കാൻ പാടില്ല. അതായിരുന്നു നമ്മുടെ സങ്കല്പം. കാരണം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം നല്ല മാതൃകാ പുരുഷന്മാരെ സൃഷ്ടിച്ചെടുക്കലാണ്. അവൻ സംസ്കാര സമ്പന്നനായിരിക്കണം, അവൻ്റെ ഭാഷ സംസ്കാരമുള്ളതായിരിക്കണം, അവൻ്റെ പെരുമാറ്റം അങ്ങനെയുള്ളതായിരിക്കണം. അപ്പം അധ്യാപകൻ ഈ പെരുമാറ്റങ്ങൾക്കുള്ള മാതൃകയായിരുന്നു. അതാണ് ടീച്ചർ കനോട്ട് ഡു റോങ്, ഹി കനോട്ട് ഗോ റോങ്. അപ്പോൾ അധ്യാപകൻ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ആദരിക്കും. ഒരു നാട്ടിൻപുറത്ത് ഏറ്റവും ആദരിക്കപ്പെടുന്ന മനുഷ്യൻ പ്രൈമറി സ്കൂൾ ടീച്ചറായിരുന്നു. കോളേജ് പ്രൊഫസർ അല്ല. ആളുകളുടെ തെറ്റിദ്ധാരണയാണ് കോളേജ് പ്രൊഫസറാണെന്നുള്ളത്. കോളേജ് പ്രൊഫസർ, സർവകലാശാല പ്രൊഫസറായി ജീവിതം ആരംഭിച്ച് അവസാനം പ്രൈമറി സ്കൂൾ ടീച്ചറായി തീർന്ന ഒരു വലിയ ഫിലോസഫറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ലുഡ്വിഗ് ജോസഫ് യോഹന്നാൻ വിറ്റ്ഗൻസ്റ്റൈൻ എന്നാണ്. അദ്ദേഹം പൊതുവെ അറിയപ്പെടുന്നത് വിറ്റ്ഗൻസ്റ്റൈൻ എന്ന പേരിലാണ്. മുഴുവൻ പേര് ലുഡ്വിഗ് ജോസഫ് യോഹന്നാൻ വിറ്റ്ഗൻസ്റ്റൈൻ. എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അറിയണത് റസൽ സാഹിബ്, ബെർട്രാൻഡ് റസൽ കേംബ്രിഡ്ജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം റസലിന് ഒരു കത്തെഴുതി, എനിക്ക് ഫിലോസഫി അറിയണം, അത് അങ്ങയുടെ സ്റ്റുഡൻ്റായിട്ട് തന്നെ ഇരിക്കണം. റസൽ പറഞ്ഞു, വരൂ എയറോനോട്ടിക്. റസൽ ക്രെഡൻഷ്യൽസും, റസൽ ബേസിക്കലി ഹി വാസ് എ മാത്തമാറ്റീഷ്യൻ ആൻഡ് ലേറ്റർ ടേൺഡ് ഫിലോസഫി. ഹി ലേൺഡ് ഫിലോസഫി, മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്, ആൻഡ് ഹിസ് പ്രൈമറി ലോയൽറ്റി വാസ് ടു മാത്തമാറ്റിക്സ്. എ ഗ്രേറ്റ് റൈറ്റർ, എ നൊബേൽ ലോറേറ്റ് ഫോർ ദ സ്റ്റൈൽ ഓഫ് ഇംഗ്ലീഷ് റൈറ്റിംഗ്. അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കിട്ടിയത് ഇംഗ്ലീഷ് ഭാഷയുടെ ശൈലിയിലുള്ള മികവ് കൊണ്ടാണ്. റസലിൻ്റെ ആത്മകഥ കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കാവുന്ന നല്ല പുസ്തകങ്ങളിലൊന്നാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, കാരണം കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും അതിൽ നിന്നാണ്. ഞങ്ങൾക്കൊക്കെ അതൊക്കെ വായിക്കണമായിരുന്നു ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത്.
കാരണം അത് ഞങ്ങളുടെ മാഷന്മാരതൊക്കെ പറയുമായിരുന്നു. റസലിൻ്റെ ഓട്ടോബയോഗ്രഫി വായിക്കണം, ഇങ്ങനെ വളച്ചിരിക്കുകയൊന്നുമില്ല. യു ഷുഡ് റീഡ് ഓട്ടോബയോഗ്രഫി ഓഫ് റസൽ എന്ന് പറഞ്ഞാൽ ലൈബ്രറിയിൽ പോയി ഞങ്ങളത് കുത്തിപ്പിടിച്ചെടുത്തിരുന്ന് വായിക്കുമായിരുന്നു. അപ്പോൾ റസൽ സാഹിബിനെ കണ്ട് റസൽ സാഹിബ് പറഞ്ഞു, ശരി ഫിലോസഫി പഠിക്കാൻ വരാൻ പറഞ്ഞു. അപ്പോൾ റസൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, സപ്പോസ് ഹിയർ ഈസ് എ ഹിപ്പോപ്പൊട്ടാമസ് ഇൻ ദിസ് ക്ലാസ്. Then Wittgenstein stood up and tried to find out the hippopotamus in the class. Russell got embarrassed, naturally, but he just ignored it. The second time he repeated the example, suppose here is a hippopotamus in this class. Then Wittgenstein again stood up and tried to find out the hippopotamus. Then Russell retorted, only half fools will try to find out a hippopotamus when a teacher says that, suppose here is a hippopotamus in this class. After the class, Wittgenstein approached Russell and asked him, sir, will you please tell me whether I am a complete fool or half fool? My dear fellow, how can I say that you are a complete fool or half fool? You try to write out something. And after reading that, I can say that whether you are a complete fool or half fool. Moreover, what is the purpose of knowing that whether you are a complete fool or half fool? No, the purpose is very simple, sir. If I am a complete fool, I can go back to my aeronautic engineering. If I am a half fool like you, I can continue philosophical learning. Then he wrote the first aphorism of his very famous book, Tractatus Logico-Philosophicus, treatise on the logic of philosophy, and it begins with the first aphorism, the world is all that is the case. After reading it, Russell smiled and told him that you are a half fool, you remain in my class, you can continue learning. That Wittgenstein started his career as a university professor in Cambridge and ended his life as a kindergarten teacher in a remote fisher folk village of Norway. Then he said that the real task of teaching, the real pleasure of teaching can never be attained from the university classrooms, but it can be experienced only from the kindergarten classrooms. That is why I shifted my loyalty from the university to the primary classes. അപ്പോൾ പ്രൈമറി സ്കൂൾ ടീച്ചറായിരുന്നു അന്ന് ഏറ്റവും റെസ്പെക്റ്റ് ചെയ്യപ്പെട്ടിരുന്ന ആൾ. മാഷ് ഒരു കാര്യം പറഞ്ഞാൽ അതെല്ലാവരും അംഗീകരിച്ചിരുന്നു. ഒരു മരണ വീട്ടിലേക്കോ കല്യാണ വീട്ടിലേക്കോ ആ മാഷ് കടന്നു വന്നു കഴിയുമ്പോഴേക്കും എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സംസാരം നിൽക്കും, എല്ലാവരും ആദരവോടുകൂടി എഴുന്നേക്കും, സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നവർ അതങ്ങോട്ട് മാറ്റിവെക്കും. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ വിദ്യാർത്ഥിയാണെങ്കിൽ അധ്യാപകൻ പറയും അതെല്ലാം കേട്ട് പഠിക്കണം, അതിനപ്പുറത്തേക്ക് വേണ്ട. അധ്യാപകരെ ചോദ്യം ചെയ്യാൻ പാടില്ല, അധ്യാപകനെ അന്ധമായിട്ട് വിശ്വസിക്കണം. ഇതൊക്കെ ഉണ്ടായിരുന്നു. ആ കാലം ഇപ്പോഴില്ല. കാരണം വിദ്യാഭ്യാസത്തിൻ്റെ നിർവചനം മാറി. Now education is an economic activity determined by market forces. This is the difference. It's an economic activity determined by market forces. But who is a good teacher? The teacher has been replaced by the coach. Instead of teaching centers, we are in need of coaching centers. That's why a great teacher in a higher secondary level in Trichy never gets the reputation of Professor Thomas, who is running the coaching center. The teacher is no more there.
What remains is the coach. And there is no need to make him learn new things. No. Coaching is a drilling activity. H2O equals water, H2O equals water, H2O equals water. The repetition, the drilling. Drilling activity can never be treated as the part of teaching in the earlier definition. That definition has been treated as an obsolete one. And the present definition that empowers you to make a good institution. What is the good institution? The institution that provides the opportunity to its students to get selected in engineering and medical profession. And what is the best engineering college? The best engineering college is the college that provides maximum number of placements. So best means an economic activity. Whether we like it or not, this is the reality, my dear friends. I don't like it, but this is a reality. That's why you just imagine the youngest social science is business management. This is the youngest social. It has got hardly 50 years of history. But the most wanted subject nowadays is business management. And the number one institution in India is IIM Ahmedabad, only because of a very simple fact that in IIM Ahmedabad must be able to get their students placed in international corporate agencies with the minimum of 25 to 30 lakhs per annum. Maximum crores. That is the best institution. Earlier, when there was the old paradigm, an institution was known for what? For the great professors. I heard of Devagiri College along with Professor Shepherd. And I waited hard more than 1 week in Calicut University campus to get his permission to attend a single class he takes for his students for their masters. 1.5 ആഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ദേവഗിരിയെ കുറിച്ച് ഞാൻ കേൾക്കുമ്പോൾ ഇവിടെ പ്രൊഫസർ ഷെപ്പേർഡ് പഠിപ്പിച്ചിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. പ്രൊഫസർ ഷെപ്പേർഡ് എന്ന് പറഞ്ഞൊരു വലിയ ഇംഗ്ലീഷ് പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം വേസ്റ്റ് ലാൻഡ് എങ്ങനെ എടുക്കും അറിയുന്നതിന് വേണ്ടി കൊച്ചിയിൽ നിന്ന് കള്ളവണ്ടി കയറി കോഴിക്കോട് വന്ന് 1.5 ആഴ്ച വെയിറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയത്. എങ്ങനെയാണ് അദ്ദേഹം പഠിപ്പിക്കുക എന്നറിയാൻ വേണ്ടിയിട്ട്. ഞാൻ പഠിപ്പിക്കുകയും ചെയ്ത കോളേജ് മഹാരാജാസ് കോളേജ്. ആ കോളേജ് അറിയപ്പെട്ടിരുന്നത് LVRനെ കൊണ്ടാണ്. LV രാമസ്വാമി അയ്യർ. സ്വാമിക്ക് 36 ലോകഭാഷകൾ അറിയാമായിരുന്നു. സ്വാമി 2 പ്രസിദ്ധീകരണങ്ങളിലേ എഴുതിയിട്ടുള്ളൂ. റോയൽ കോളേജിൻ്റെ റിസർച്ച് ജേർണലിലും മഹാരാജാസ് കോളേജിൻ്റെ മാഗസിനിലും. ആ ഒറ്റ കാര്യം കൊണ്ട് ലണ്ടൻ മ്യൂസിയത്തിൽ മഹാരാജാസ് കോളേജിൻ്റെ മാഗസിൻസ് ഇരിക്കുന്നുണ്ട്. LVRൻ്റെ ലേഖനങ്ങളുണ്ട്. ഒരിക്കൽ ഈ കോയിനസ്ബർഗിൽ നിന്ന് ഒരു വിഭാഗം ജർമ്മൻ പണ്ഡിതന്മാർ മഹാരാജാസ് കോളേജ് സന്ദർശിച്ചപ്പോൾ സ്വാമിയെ വിളിച്ചു ജർമ്മനിൽ സംസാരിക്കാൻ വേണ്ടി. സ്വാമി ജർമ്മൻ പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർ ചോദിച്ച് എത്ര കാലം അങ്ങ് കോയിനസ്ബർഗിലുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. കോയിനസ്ബർഗുകാരാണത്ര ഏറ്റവും നല്ല ജർമ്മൻ പറയുന്നവർ.
അപ്പോഴാണ് സ്വാമി ആ രഹസ്യം പറഞ്ഞത്. സ്വാമി സഞ്ചരിച്ചേക്കണ പരമാവധി ദൂരം എറണാകുളം മുതൽ വൈക്കം വരെയാണ്. എറണാകുളത്ത് സ്വാമിയുടെ വീട്, വൈക്കത്ത് അമ്മ്യാരുടെ വീട്. അതിനപ്പുറത്തേക്ക് സ്വാമി സഞ്ചരിച്ചിട്ടേ ഇല്ല. And it was known for that great professor. St. Albert's was known for the presence of great professors of that time. ഇന്ന് ഏതെങ്കിലും ഒരു സ്ഥാപനം അങ്ങനെ അറിയപ്പെടുന്നുണ്ടോ? ഒരു സ്ഥാപനം നിങ്ങൾ പറയും. ഞങ്ങൾ മഹാരാജാസിലേക്ക് പഠിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നക്ഷത്രങ്ങളാണ് അധ്യാപകരായിട്ടുള്ളത്. അവരുടെ ഖ്യാതിയാണ് ഞങ്ങൾ അങ്ങോട്ട് ആകർഷിച്ചത്. അവരെ കാണണം, അവരുടെ ക്ലാസ് കേൾക്കണം, അവരെന്താണ് പഠിപ്പിക്കുന്നതെന്ന് അറിയണം. അത്ഭുതത്തോടെ അവരെയൊക്കെ നോക്കി നിന്നിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. ഒരു പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയുടെ എല്ലാ കൗതുകവും അത്ഭുതവും നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ 1 മണിക്കൂർ നീണ്ടു നിന്ന ഇംഗ്ലീഷ് പ്രസംഗം കേട്ടത് മഹാരാജാസ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നപ്പോഴാണ്. എൻ്റെ ഫസ്റ്റ് 1-ാം ദിവസം ഞങ്ങളുടെ പ്രിൻസിപ്പൽ പ്രൊഫസർ KX ജോൺ ഫുൾ സ്യൂട്ടിൽ വന്നു നിന്നിട്ട് 1 മണിക്കൂർ മഹാരാജാസ് കോളേജിനെ കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചു. ആദ്യത്തെ 2 വാചകം മനസ്സിലായി, പിന്നെ ഒന്നും മനസ്സിലായില്ല. പേടിച്ചു പോയി ഞാൻ. In Maharajas, students admit themselves and students choose their teachers. കാരണം അപ്പോഴാണ് മനസ്സിലായത് അവിടെ ക്ലാസ്സിൽ കയറണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. എന്തൊരു സന്തോഷമായിരുന്നു അറിയാമോ? ദോഷം പറയരുത്, ഞാൻ 7 വർഷം അവിടെ പഠിച്ചു, പ്രീ ഡിഗ്രി തുടങ്ങി MA വരെ പഠിച്ചെങ്കിലും 5 മണിക്കൂർ ക്ലാസ്സിലിരുന്ന ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം കുട്ടികൾക്ക് ആവശ്യമുള്ള ടീച്ചേഴ്സിൻ്റെ അവർ കേൾക്കില്ലാത്തവരെ കേൾക്കില്ല. ഞങ്ങൾ ഈ നാട്ടിൻപുറത്ത് നിന്ന് മലയാളം മീഡിയത്തിൽ പഠിച്ച് അവിടെ ചെന്നിരുന്ന് ഞാനിങ്ങനെ പേടിച്ച്, ദൈവമേ ഇത് മുടിഞ്ഞ്. കാരണം സ്റ്റുഡൻസ് അഡ്മിറ്റ് ദംസെൽസ് എന്ന് പറഞ്ഞത് അന്ന് 2 രൂപയും മാർക്കും മതി അവിടെ അഡ്മിഷൻ കിട്ടാൻ. 2 രൂപയുടെയാണ് ഒരു അപേക്ഷാ ഫോറത്തിൻ്റെ വില. അത് ഫില്ല് ചെയ്ത് SSLC കിട്ടിയ മാർക്ക് ഹെഡ് മാസ്റ്ററെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്കുണ്ടെങ്കിൽ ആരും വേണ്ട അഡ്മിഷൻ കിട്ടിയിരിക്കും. അങ്ങനത്തെ ഒരു കാലം. അവിടെ കുട്ടികൾ ഈ കേരളത്തിൽ നിന്നുള്ള, കോഴിക്കോട് നിന്ന്, വയനാട്ടിൽ നിന്ന്, ഇടുക്കിയിൽ നിന്ന്, കോട്ടയത്ത് നിന്ന്, ആലപ്പുഴ നിന്ന്, തൃശ്ശൂരിൽ നിന്ന് ഒക്കെ ഉള്ള കുട്ടികൾ, അതിലേറ്റവും ബ്രില്യൻ്റ് എന്ന് അവകാശപ്പെടുന്ന കുട്ടികൾ എല്ലാം വന്ന് ചേരുന്നത് ഈ ഗ്രേറ്റ് പ്രൊഫസേഴ്സിനെ കാണാൻ വേണ്ടിയാണ്. ഇന്ന് ഏതെങ്കിലും ഒരു വിദ്യാലയം അങ്ങനെ അറിയപ്പെടുന്നുണ്ടോ? നമ്മൾ IIMA കുറിച്ച് പറയുന്നു. IIMAയിലെ പ്രൊഫസർമാരല്ല, ഇൻസ്റ്റിറ്റ്യൂഷനാണ് അറിയപ്പെടുന്നത്. CMI ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അറിയപ്പെടുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ ആണുള്ളത്. അവിടെ നിങ്ങൾ നല്ല ടീച്ചേഴ്സ് ആയിരിക്കാം, പക്ഷേ നല്ല ടീച്ചിങ് മാത്രം പോരാ. ഇനി 2ാമത്തെ കാര്യം, ഞാൻ ദീർഘമായിട്ട് പോകുന്നില്ല. 2ാമത്തെ പാരഡൈം ഷിഫ്റ്റ് അധ്യാപനത്തിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റമാണ്. പെഡഗോഗി. മുൻപ് വളരെ എളുപ്പമായിരുന്നു. അധ്യാപകൻ എല്ലാ വിജ്ഞാനവും ഇങ്ങനെ ചുമന്ന് ക്ലാസ്സിൽ ചെന്ന് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുക, വിദ്യാർത്ഥികൾ അതെല്ലാം എടുത്തുകൊണ്ട് പോവുക. അങ്ങനെയാണ് ഈ നോട്ട്സ് സമ്പ്രദായം വന്നത്. ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോട്ട് എഴുതിക്കൊണ്ടിരിക്കും. അങ്ങനെ എഴുതി ഞങ്ങളൊക്കെ. ലെക്ചർ നോട്ട് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയുടെ കഴിവും ലെക്ചർ നോട്ടിലായിരുന്നു ഇരുന്നിരുന്നത്. അതെല്ലാം കൃത്യമായിട്ട് എഴുതിയെടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു പേപ്പർ തയ്യാറാക്കി പ്രൊഫസറെ കാണിച്ചു കൊടുക്കുമ്പോൾ യെസ് എന്ന് പ്രൊഫസർ പറയണമെങ്കിൽ നൊബേൽ സമ്മാനം കിട്ടിയ സന്തോഷത്തോടു കൂടി നമുക്ക് പുറത്തു വരാൻ കഴിയുന്ന ആ ഒരു കാലം. ഇന്നിപ്പോൾ നോട്ട്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ആരെങ്കിലും എഴുതിയെടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പലരും ശീലം ഈ നോട്ട്സ് കണ്ടുപിടിച്ചവനെ വെടിവെച്ച് കൊല്ലേണ്ടതാണ് എന്ന അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ. വിശേഷം ടീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ. കാരണം തലമുറ കൈമാറി കീറാതെ സൂക്ഷിക്കുന്ന ഒരേ ഒരു കാര്യം ഈ നോട്ട്സാണ്.
ഞങ്ങളുടെ ഒരു പ്രൊഫസർ നോട്ട്സ് ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൊമേഴ്സിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡിയർ ഫ്രണ്ട്സ് ലീവ് ഫോർ പേജസ്. അപ്പോൾ കുട്ടികളിങ്ങനെ മറിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദേ ഹാവ് ഗോൺ ഫോർ എവർ. എന്നുവെച്ചാൽ 4 പേജ് ഇല്ലെന്ന്, അത് പോയി, അത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. വേറൊരു പ്രൊഫസർ പറഞ്ഞത്, ഞാൻ ശാകുന്തളം പഠിപ്പിച്ചോളാം, പക്ഷേ നോട്ട്സ് നളചരിതത്തിൻ്റെ കൊടുക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ള നോട്ട്സിൻ്റെ ഒരു കൾച്ചർ വന്നത് പെട്ടത് ഇങ്ങനെയാണ്. അപ്പം പ്രൊഫസർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ആളുകൾ കേട്ടുകൊണ്ടിരിക്കും. അന്നതൊരു ടീച്ചർ സെൻട്രിക് മോണോലോഗായിരുന്നു ടീച്ചിങ്. മോണോലോഗ്. ടീച്ചർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് വലിയ പ്രൊഫസേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടായിരിക്കും. 1 കിലോമീറ്ററാണ് പുള്ളി ഒരു ക്ലാസ്സിൽ നടക്കുക എന്ന് ഞങ്ങൾ കളിയാക്കി പറയാറുണ്ട്. പുള്ളി ഇങ്ങനെ കുട്ടികളെ നോക്കിയൊന്നുമില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ മുറിയുടെ അറ്റം വരെ നടക്കും, അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കും, അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ കളിയാക്കി പറഞ്ഞിരുന്നത്, പുള്ളി വീട്ടിൽ പോകുമ്പോഴും വീട്ടിലും ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടാക്കി നടക്കുക എന്ന് ഞങ്ങൾ കളിയാക്കി പറയാറുണ്ട്. Now that system has been changed in toto. The paradigm has been changed. ഇപ്പോഴെന്താണ് പെഡഗോഗി ടീച്ചിങ് എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ കോണ്ടെക്ച്വൽ ആക്ടിവിറ്റി. എ കോണ്ടെക്ച്വൽ ആക്ടിവിറ്റി മീൻസ് ഇറ്റ്സ് എ കോണ്ടെക്ച്വൽ ഡയലോജിക്കൽ പ്രോസസ്. Instead of monologue, dialogue. The teacher taught text and the context in which they live are acting as a single indivisible unit in the process of teaching. Single indivisible unit. ടീച്ചർ, വിദ്യാർത്ഥി, ടെക്സ്റ്റ് ഒക്കെ ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് വേണം വരാനായിട്ട്. വാട്ട് ഈസ് ടെക്സ്റ്റ്? ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ടെക്സ്റ്റ് ഒരു അബ്സ്ട്രാക്റ്റ് എൻറ്റിറ്റിയാണ്. ഒരു അബ്സ്ട്രാക്റ്റ് എൻറ്റിറ്റി. ടെക്സ്റ്റ് ബുക്ക് എന്നും നുണ പറയും. നോബഡി ഈസ് കൺസേൺഡ് ഓഫ് ദ ട്രൂത്ത് വാല്യൂ ഓഫ് ദ ടെക്സ്റ്റ് ബുക്ക്. ഉദാഹരണത്തിന് ഞങ്ങളൊക്കെ പഠിച്ചിരുന്നൊരു ഇതുണ്ട്, ഈ ആഹാരത്തിൻ്റെ ക്രമവും ശരീരം വളരാൻ എന്തെല്ലാം പോഷകങ്ങൾ വേണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. നല്ല പാഠപുസ്തകവും നന്നായിട്ട് എഴുതിയിരുന്നിട്ട് അത് ദോഷം പറയരുത്. അമ്മ എനിക്ക് എല്ലാ ദിവസവും കാച്ചിയ പാൽ തരും, അത് കുടിക്കാഞ്ഞാൽ അമ്മ കരയും. എന്തിനാണ് അമ്മ കരയുന്നത്? ഞാൻ അന്ന് കാണാതെ പഠിച്ചതാണ്. ഞാൻ അച്ഛനോളം വലുതാകണം. എന്നിട്ട് പിന്നെ പറയുന്നത് വെച്ചാൽ പാലിനകത്ത് എന്തെല്ലാം പോഷക ഗുണങ്ങളുണ്ട്, പ്രോട്ടീൻ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷെ ഞങ്ങളിത് വായിച്ചപ്പോൾ ചിരിച്ചേ. ഒന്ന്, ഞങ്ങളുടെ നാട്ടിലന്ന് ഒരമ്മയും മക്കൾ പാല് കുടിക്കാത്തതിൻ്റെ പേരിൽ കരഞ്ഞിരുന്നില്ല. കാരണം പാലുണ്ടായിട്ട് വേണ്ട പിന്നെ കരയാനായിട്ട്. ആകെ 5-6 പശുവാണുള്ളത്. 5-6 പശുക്കൾ വേണം ഒരു ഗ്രാമത്തിലെ മുഴുവൻ ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞാൽ നീഡും കേറ്റർ ചെയ്യാൻ. അപ്പോഴെന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പനി ഇവിടെ സീസൺ വരുമ്പോൾ പാലിൻ്റെ വെള്ളം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. കാരണം എല്ലാവർക്കും കൊടുക്കണ്ടേ. നമ്മുടെ കോണ്ടെക്സ്റ്റും ടെക്സ്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. ഇപ്പോഴങ്ങനെയല്ല. ടെക്സ്റ്റ് എന്തായിരിക്കണം? ടെക്സ്റ്റ് കോണ്ടെക്സ്റ്റിൽ നിന്നും സ്വാഭാവികമായി രൂപപ്പെട്ടു വരുന്ന ഒന്നായിരിക്കണം. So you are not expected to teach an apple a day keeps the doctor away. Chakka, manga a day must be able to keep the doctor away here in Kerala. കാരണം അതിൽ നിന്നാണ് വരുന്നത്. ഇത് പറഞ്ഞപ്പോൾ
ഡോക്ടർമാരെ തിരഞ്ഞെടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ ഞാൻ ഇരിക്കുന്നു. അപ്പോൾ ഒരു കാൻഡിഡേറ്റ് വന്ന അയാളുടെ ക്രെഡൻഷ്യൽസ് വായിച്ചപ്പോൾ എനിക്ക് വല്ലാതെ ഇമ്പ്രസ്ഡായി. SSLC ഫസ്റ്റ് റാങ്ക്, +2 ഫസ്റ്റ് റാങ്ക്, MBBS ഫസ്റ്റ് റാങ്ക്, ഫസ്റ്റ് ചാൻസിൽ MD കിട്ടി, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് MD ഫൈനൽ ഇയർ. അപ്പോൾ ഞാൻ ഈ ക്രെഡൻഷ്യലെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് ഇയാൾ വരുന്നതിന് മുമ്പ് ബോർഡിനോട് പറഞ്ഞ് ഇസ് എ വെരി ഗുഡ് കാൻഡിഡേറ്റ്, വി ഹാവ് ടു സെലക്ട് ഹിം. ഇയാൾ വന്നിരിക്കുന്നു. സബ്ജക്റ്റ് എക്സ്പേർട്ട് എന്തോ ചില മരുന്നിനെക്കുറിച്ചും ചില രോഗത്തെക്കുറിച്ചും ഒക്കെ ചോദിക്കുന്നു. ഞാനപ്പോൾ ഈ കുട്ടിയെ ഇങ്ങനെ നിരീക്ഷിച്ചിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചു. നിങ്ങളെ നിയമിക്കാൻ പോകുന്നത് ഈ വലിയ തുറയിലെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലാണ്. അവിടെ പോഷകാഹാരക്കുറവ് മൂലം കുട്ടികൾക്ക് ചില രോഗങ്ങളുണ്ട്. ഒന്ന് സങ്കല്പിക്കുക, ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലക്ക്, ഒരു മെഡിക്കൽ പ്രാക്ടീഷണർക്ക് എന്ന നിലക്ക് നിങ്ങൾ അവർക്ക് എന്ത് ഡയറ്റ് നിർദ്ദേശിക്കും, ആഹാരക്രമം? അപ്പോൾ ഈ ചോദിച്ചു, സർ ഡു യു മീൻ ദാറ്റ് ദേ ആർ പുവർ? ഞാൻ പറഞ്ഞു, ഷുവർ, ദേ ആർ ദ പുവർ ഫിഷർ folk. So they must be getting free ration. Definitely yes, if the government provides. So I will ask them to eat rice. Good. Then I will ask them to eat fruits. Okay, what sorts of fruits? Pomegranates, grapes and apple. Then the members of the board got little bit embarrassed, but I kept mum. Then I asked him, Doctor, do you mean that we are cultivating all these fruits here in Kerala? Then he said, yes. Where is it? He said that they are in a remote village in some part of Idukki where we are cultivating apple and pomegranates and some grapes. Then I told him that, see, the distance between Idukki and Trivandrum is more than 280 kilometers. Then how you will be able to manage these fruits from Idukki to here? അപ്പോൾ അയാൾ പറഞ്ഞു, ഇറ്റ് ഈസ് അപ് ടു ദം സർ, വൈ ഷുഡ് ഐ ബോദർ? നിങ്ങൾ പഠിപ്പിച്ച് മിടുക്കരാക്കി വിടുന്ന വിദ്യാർത്ഥിയാണ് എൻ്റെ മുമ്പിലിരുന്ന് ഇത് പറഞ്ഞത്. Who is responsible for it? This is the question. Are we in a position to afford a group of immoral intellectuals? I don't say they are immoral, but I would say they are immoral. They are least concerned of whether an action is moral or immoral. Such a group can be termed as immorals. And dear friends, we the teachers are training to create a group of youngsters who are immoral, least sensitive to the need of our society. They don't have sympathy in them. They forget the very term emotional attachments, emotionally detached groups. They are brilliant. They are brilliant. And nobody can question their brilliance. Something like Dr. Faustus of Christopher Marlowe. The greatest intellectual the world has ever seen, I think, is Dr. Faustus. I know that, I presume that at least those who are among you have got training in English language and literature might have gone through
Dr. Faustus of Christopher Marlowe. At least you might have heard of the great quotes from Christopher Marlowe that was this the face that launched 1,000 ships and burnt the topless towers of Ilium. Oh, Helen made me mortal with a kiss. Our professors used to quote all these stanzas, hence we tried to read Christopher Marlowe, not once but many times. ഇത്രയും വലിയ സുന്ദരിയെ വിവരിച്ചിരിക്കുന്ന ഒരു പുസ്തകം വായിച്ചു ഇത് എന്തുണ്ട് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാനിങ്ങനെ ആണായിട്ട് ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം എന്ന നിലക്കായിരിക്കാം ഞാൻ വായിച്ചിട്ടുണ്ടാവുക. അത് വേറെ പ്രശ്നം. കാരണം was this the face that launched 1,000 ships and burnt the topless towers of Ilium? ഇവരെ കണ്ടു കഴിഞ്ഞിട്ട് രണ്ട് വൃദ്ധന്മാർ തമ്മിലുള്ളൊരു ഡയലോഗുണ്ട്. അതിനകത്തല്ല, ഇലയിട്ടിലാണ്. ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയും, നമ്മൾ 18 വയസ്സിലിവിടെ വന്നതാണ്, നമുക്ക് 63 വയസ്സായി. ഏതോ ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിന് വേണ്ടിയുള്ള യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നു. ആരാണവൾ? ഇത്രയും വലിയ യുദ്ധം നടത്താനായിട്ട് എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ 18 63 അപ്പം എത്രയായി? 81 വയസ്സല്ലേ? 81 വയസ്സായ ഇവർ ഹെലനെ കണ്ട ഉടനെ തന്നെ ഈ 81 വയസ്സായ കളവന്മാർ പറഞ്ഞത് യുദ്ധം 1 നൂറ്റാണ്ട് തുടരട്ടെ എന്നാണ്. അത്ര സുന്ദരി. ഇങ്ങനെ വന്ന് പറഞ്ഞു, ഡോക്ടർ ഫൗസ്റ്റസ് വന്ന് പറയുന്നതാണ്, നിനക്ക് ഞാൻ ലോകത്തിലെ മുഴുവൻ വിജ്ഞാനവും തരാം, നിന്റെ ആത്മാവ് മാത്രം നീ എനിക്ക് തന്നാൽ മതി. ഡോക്ടർ ഫൗസ്റ്റസ് ആദ്യം വേണ്ടാന്ന് വെച്ചു. അപ്പോഴാണ് പെട്ടെന്ന് ചെകുത്താൻ ഒരിക്കലും ഉറങ്ങുന്നില്ല. കാരണം ഇങ്ങനെ പെസ്റ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. മെസീഫസ് ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഇയാൾ ഹെലനെ കുറിച്ച് ഓർത്തു. അപ്പോൾ അയാൾ ചോദിച്ചു, എല്ലാ വിജ്ഞാനവും കിട്ടുമോ? കിട്ടും. കാലത്തിൻ്റെ വിദൂരതയിൽ നിന്നും സംഭവങ്ങളെയും വ്യക്തികളെയും എനിക്ക് ആകർഷിച്ച് എൻ്റെ മുന്നിൽ പ്രത്യക്ഷമാക്കാൻ കഴിയുമോ? കഴിയും. ഉറപ്പ്. അങ്ങനെ ചെകുത്താനുമായിട്ട് ഡോക്ടർ ഫൗസ്റ്റസ് ഉടമ്പടി ഉണ്ടാക്കിയാണ്. ആത്മാവ് പിടിച്ചോ, എനിക്ക് ആ വിദ്യ കിട്ടിയ ഉടനെ തന്നെ ഇയാൾ ചെയ്തത് ഹെലന ആവാഹിച്ചു കൊണ്ടുവരികയാണ്. ആ ഹെലന ആവാഹിച്ചു കൊണ്ടുവന്ന് നിർത്തിയിട്ട് 2 കൈയിലും ഹെലൻ്റെ മുഖം ഇങ്ങനെ കോരിയെടുത്ത് കൊണ്ട് ഇയാൾ പറയുന്നതാണ്, വാസ് ദിസ് ദ ഫേസ് ദാറ്റ് ലോഞ്ച്ഡ് 1,000 ships and burnt the topless towers of Ilium. Oh Helen, make me mortal with a kiss. അങ്ങനെ ഇയാൾ വന്ന് ഇവളെ ചുംബിച്ച് കഴിഞ്ഞപ്പോൾ എക്സ്പീരിയൻസ് ഇല്ല. കാരണം ആത്മാവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അനുസരിക്കണ്ട, അത് പോയിക്കോട്ടെ. പക്ഷേ എപ്പോഴെങ്കിലും അവന് തിരിച്ചു വരണം എന്ന് തോന്നും. മനുഷ്യനല്ലേ? ഡോക്ടർ ഫൗസ്റ്റസിനെ പോലെ ഞാൻ 10,000 വർഷം ഈ ഇറ്റേണൽ ഭൂമിയിൽ കിടക്കാം, അത് കഴിഞ്ഞ് എന്ന് ഡോക്ടർ ഫൗസ്റ്റസ് പറയുന്നത് പോലെ ഈ കുട്ടികൾ പറയുമ്പോൾ അവർ നമ്മെ കുറ്റപ്പെടുത്തും. ഓഹ്, എൻ്റെ അധ്യാപകർ എനിക്ക് അത് പറഞ്ഞു തന്നില്ല. അതുണ്ടാകരുത്. ആ കാരുണ്യം കൂടി ഇതിലെല്ലാം ഒപ്പം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഞാൻ ആ കാര്യത്തിൽ ഭാഗ്യവാനാണ്. എന്നെ പഠിപ്പിച്ച ഈ സ്കൂളിലെ അധ്യാപകർ എനിക്ക് ഈ വിദ്യ മുഴുവൻ പറഞ്ഞു തന്നത് കാരുണ്യത്തിൻ്റെ വറ്റാത്ത ഉറവയിലൂടെയാണ്. 10ാം ക്ലാസ് വരെ കഷ്ടി മലയാളം പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇവിടെ നിന്ന് നിങ്ങളോട് മലയാളം സംസാരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് എൻ്റെ അധ്യാപകരെയാണ്. അവരെന്നെ പഠിപ്പിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ശ്രമം, ആ ഓരോ ശ്രമത്തിലും അവരുടെ വറ്റാത്ത വാത്സല്യം, ആ വറ്റാത്ത വാത്സല്യമാണ് ഞാൻ അവരെയാണ് കാണുന്നത് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ. എന്നെ ഓരോ വിഷയവും പഠിപ്പിച്ച അധ്യാപകരെ ഞാൻ ഓർക്കുകയാണ്.
ഒരു നാട്ടുംപുറത്ത് ജനിച്ച് മലയാളം മീഡിയത്തിൽ പഠിച്ച എനിക്ക് ദേശീയ അന്തർദേശീയ വേദികളിൽ നിന്ന് ആത്മവിശ്വാസത്തോടുകൂടി ഇംഗ്ലീഷ് പറയാൻ എന്നെ പഠിപ്പിച്ചത് മഹാരാജാസ് കോളേജിലെ ഏറ്റവും പ്രഗത്ഭരായ പ്രൊഫസർമാരല്ല, എന്നെ ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച എൻ്റെ അധ്യാപകരാണ്. അവരാണ് എനിക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി തന്നത്. അവരാണ് എനിക്ക് ഗണിതശാസ്ത്രം ഒരു വിഷയം, ഒരു പ്രശ്നമല്ല എന്ന് ബോധ്യം തന്നത്. അവരാണ് എനിക്ക് ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം പഠിപ്പിച്ചു തന്നത്. അതിൽ അവരുടെ ആർദ്രത കൂടി ഉണ്ടായിരുന്നു. അമ്മ നൽകുന്ന ആഹാരം പോലെ, അമ്മ നൽകുന്ന ആഹാരത്തിൽ അമ്മയുടെ വറ്റാത്ത പ്രാർത്ഥന കൂടി ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് പോലെ നിങ്ങൾ നൽകുന്ന വിദ്യയിൽ നിങ്ങളുടെ പ്രാർത്ഥന കൂടി ഉണ്ടാകട്ടെ എന്ന ആശംസയോടുകൂടി ഇത്രയും നേരം എന്നെ നിശബ്ദമായി കേട്ടിരുന്നതിന് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.